നമസ്കാരം. അനന്തൻകാടിനെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അനന്തൻകാട് എന്താണ്, എങ്ങനെയാണ്, അതിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് സംസാരിക്കുന്നതിന് മുമ്പ് എന്തിനാണ് അനന്തൻകാട് കണ്ടത് എന്ന് ഞാൻ നിങ്ങളോട് പറയാം. അതിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും കാരണം മുരളി ഗോപി തന്നെയാണ്. മുരളി ഗോപിയുടെ തിരക്കഥയുടെ ഒരാകർഷണീയത നിങ്ങൾക്ക് അറിയായിരിക്കും. അദ്ദേഹത്തിൻ്റെ സിനിമ കാണുന്ന ആളുകൾക്ക് അറിയാം. നമ്മൾ അദ്ദേഹത്തിൻ്റെ മുൻ സിനിമകൾ കണ്ടതിൻ്റെ തുടർച്ച, ഏറ്റവും കൂടുതൽ എമ്പുരാനിൽ എത്തി നിന്ന അദ്ദേഹത്തിൻ്റെ സിനിമ ശൈലി, അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് ഇതിലും നമുക്ക് പ്രതീക്ഷിക്കാൻ വകയുണ്ട് എന്ന് നമുക്ക് അറിയാമായിരുന്നു. അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ആദ്യത്തെ ഷോ തന്നെ കാണാനുള്ള തീരുമാനം എടുക്കുന്നത്. എന്നാൽ എത്തിയതിൻ്റെ സാഹചര്യത്തിൽ അനന്തൻകാടിനോട് നമുക്ക് ഏത് മട്ടിലാണ് പ്രതികരിക്കേണ്ടതെന്ന് നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാകും. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, എമ്പുരാൻ്റെ ഹാങ് ഓവറിൽ എടുത്തൊരു സിനിമ പല ഗുണഗണങ്ങളുണ്ടെങ്കിലും ആസ്വദിക്കാൻ പല ഏരിയകളുണ്ടെങ്കിലും മൊത്തത്തിൽ ഒരു കാടും പടലും തല്ലുന്ന പരിപാടിയായി പോയി എന്നുള്ള ഒരു നിരാശ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ചില കാര്യങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ വരാം. അനന്തൻകാടിൻ്റെ ആരംഭത്തിൽ തന്നെ സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ്, എമ്പുരാൻ്റെ കാര്യം പറഞ്ഞല്ലോ. അതായത് ഒരു എമ്പുരാൻ മോഡൽ എന്ന ഒരു കൺസെപ്റ്റോടു കൂടിയാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. സിനിമയുടെ ആരംഭത്തിൽ തന്നെ വലിയ ഒരു ക്യാൻവാസിലേക്ക് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കാണുന്നത്. അവിടെ നിന്നാണ് സിനിമ ആരംഭിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകുന്നത്. എമ്പുരാനെ പോലെ തന്നെ ഉള്ള ഒരു തിരക്കഥയുടെ കെട്ടിലും മട്ടിലും ആ നിലയിൽ വലിയ ക്യാൻവാസിലേക്കാണ് സിനിമ കൊണ്ടുപോയത്. അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പം നമുക്ക് ആദ്യത്തേതാണ് ഭയങ്കര മേക്കിംഗ് ആണ്, നല്ല രസമായിട്ട് അത് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിനെ സ്പർശിക്കുന്നില്ല ആ മട്ടിൽ. പക്ഷേ ഈ സിനിമ മുന്നോട്ട് പോകുമ്പോൾ അത് പറ്റുന്നുണ്ട്. എങ്ങനെയാണ് പറ്റുന്നത്? സിനിമ 3 പ്ലോട്ടായിട്ടാണ്, 3 കഷ്ണമായിട്ട് നമുക്ക് വേണമെങ്കിൽ തിരിക്കാം. ഒന്ന്, ഈ സിനിമ നടക്കുന്ന വർത്തമാനകാലം, അതൊരു ഗോവ പശ്ചാത്തലമാക്കിയിട്ടുള്ള വളരെ ചെറിയൊരു വർത്തമാനകാലം. പിന്നെ ഭൂതകാലമാണ്, 2 ഭൂതകാലമാണ്. ഈ 2 ഭൂതകാലങ്ങളിൽ ഒന്നാമത്തേതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എമ്പുരാൻ ലെവലിൽ എടുത്ത ഒരു ഭാഗം. അത് തമിഴ് കൾച്ചറുമായി ബന്ധപ്പെട്ട, ഈ സിനിമയിലെ നായകൻ തമിഴ് കഥാപാത്രമാണ്, ആര്യയാണ് നായകൻ എന്ന് നിങ്ങൾക്കറിയാലോ, ആ ഒരു പശ്ചാത്തലം. രണ്ടാമത്തേത് കേരള തലസ്ഥാനം പശ്ചാത്തലമാക്കിയിട്ടുള്ള ഒരു പ്രധാന പ്ലോട്ട്. ഈ 3 തരമാണുള്ളത്. ഇതിൽ ഈ തമിഴ്നാട്, മറ്റേ രണ്ടാമത്തെ വർത്തമാനകാലം, ഇത് രണ്ടിനും ഒരുപാട് പരിമിതികൾ ഉണ്ട് എന്ന് നമുക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാവും. ആ പരിമിതിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കേരള പ്ലോട്ടിൽ ഇന്ദ്രൻസ്, മുരളി ഗോപി അടക്കമുള്ള ഒരു കഥാപാത്ര സഞ്ചയം അവിടെയുണ്ട്. സ്ത്രീ കഥാപാത്രങ്ങളൊക്കെയുള്ള ഒരു വലിയ കഥാപാത്ര സഞ്ചയം, അത് വളരെ ആസ്വദനീയമായ നിലയിൽ ഗംഭീരമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ദ്രൻസിൻ്റെ ഒക്കെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു പാഠമൊക്കെ ഉള്ള ഒരു വലിയ ലീഡറാണ് അദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടർ അവതരിപ്പിക്കപ്പെടുന്നത്. നമ്മൾ സാധാരണ അദ്ദേഹത്തിൻ്റെ ശരീരം വെച്ചിട്ട് ചില ആളുകൾ പറയാറുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ശരീരം ചെറുതാണ്, അപ്പോൾ വലിയ ക്യാരക്ടർ എങ്ങനെ ഉൾക്കൊള്ളുന്നത്, അത് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു, അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഇതിൽ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് അദ്ദേഹം ഒരു കണ്ണടയൊക്കെ വെച്ച് ഒരു ഗാങ്സ്റ്ററിൻ്റെ ലീഡറായിട്ട് വലിയ ഗംഭീരമായിട്ട് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പക്ഷേ അത് ഗാങ്സ്റ്റർ മാത്രമല്ല, സാധാരണ മനുഷ്യരുടെ ഒരു സംഘം കൂടിയാണ് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റേ തലമാണ് ഞാൻ പറഞ്ഞതുപോലെ ഈ തമിഴ് തലം, വ്യത്യസ്തമായ മറ്റൊരു അന്താരാഷ്ട്ര രാഷ്ട്രീയം, അന്തർദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയത്തെ കൂടി സിനിമ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതൊക്കെ ഗംഭീരം തന്നെയാണ്. പക്ഷേ നമ്മുടെ ഉള്ളിനെ സ്പർശിക്കുന്ന വിധത്തിലേക്ക് പോയില്ല. വലിയ ക്യാൻവാസിൽ വലിയ ആക്ഷനും അത്രമാത്രം പെർഫെക്ഷനോടുകൂടി സാധനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ആ ഭാഗം നമ്മളെ ഉള്ളിലേക്ക് ടച്ച് ചെയ്യുന്നതിന് അവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്നെ സംബന്ധിച്ചാണ്, ഞാൻ അനുഭവിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. മറ്റൊരു പോയിന്റ് പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ്. അദ്ദേഹത്തോട് നമുക്ക് ആഭിമുഖ്യം തോന്നാനുള്ള, ഇപ്പോൾ എന്നെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം പൊളിറ്റിക്സ് പറയുന്നു എന്നുള്ളത് തന്നെയാണ്. വ്യത്യസ്തമായ രാഷ്ട്രീയമാണ് അദ്ദേഹം പറയുന്നത്. അതൊരുപക്ഷെ നമ്മൾ കണ്ടുശീലിച്ച പഴയകാലത്തെ ടി ദാമോദരനും അല്ലെങ്കിൽ രഞ്ജി പണിക്കർ, ഷാജി കൈലാസ് ആ കാലമൊക്കെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഇപ്പോൾ അടൂരൊക്കെ പറയുന്ന മറ്റൊരു രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് ഈ വാണിജ്യ സിനിമയുടെ എലമെൻറ്റുകൾ ചേർത്ത് തന്നെ രാഷ്ട്രീയ പാർട്ടികളെ ഇഴകീറി പരിശോധിച്ച്, അതിലൊരു വിട്ടുവീഴ്ചയില്ലാതെ ഇഴകീറി പരിശോധിച്ച് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പിഴവുകളെ, വീഴ്ചകളെ ഒക്കെ കൃത്യമായി വിലയിരുത്താറുണ്ട് അദ്ദേഹം. നമുക്ക് അത് ലെഫ്റ്റിലായിക്കോട്ടെ, എമ്പുരാനിലായിക്കോട്ടെ ഒക്കെ നമുക്ക് കാണാം. അത് പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തെക്കുറിച്ച്, കക്ഷി രാഷ്ട്രീയത്തെ കുറിച്ച് അദ്ദേഹം വളരെ ആഴത്തിൽ തന്നെ കാര്യങ്ങൾ, വിയോജിപ്പുകളൊക്കെ ഉള്ള ആളുകളുണ്ട്, നമുക്കും വിയോജിപ്പുകളൊക്കെ ഉണ്ടാവും. പക്ഷേ അദ്ദേഹം ഒരു സിനിമയിലേക്ക് ഒതുക്കാറുണ്ട്. ഇവിടെ അതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ലെഫ്റ്റിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയും, അതൊരു സിനിമ എന്നുള്ള നിലയിൽ ഒരു ഇടതുപക്ഷ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ, കമ്മ്യൂണിസ്റ്റ് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കാര്യമാണ്, കേരളത്തിലെ കാര്യമാണ് പറയാൻ അദ്ദേഹം ശ്രമിച്ചത്. അതിൽ കഥാപാത്രങ്ങൾ നമ്മൾ പറയാറുണ്ട്, പിണറായി വിജയൻ ആണ് അതിൽ മറ്റൊരു കഥാപാത്രമായിട്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹം സമ്മതിക്കുമല്ലോ എന്നറിയില്ല, അങ്ങനെ ഒരു ആഖ്യാനം നമ്മുടെ മുമ്പിലുണ്ട്. സമാനമായ നിലയിൽ ആ ഒരു ക്ഷീണം തീർക്കുന്നത് പോലെ ഇവിടെ കോൺഗ്രസിൻ്റെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അപകടാവസ്ഥയെക്കുറിച്ച് ആണ് അദ്ദേഹം പറയുന്നത്.
പറയുന്നത്. അത് പക്ഷേ ഭൂതകാലത്തേക്കാണ്, 80കളുടെ അവസാനം 90കളുടെ ആദ്യം എന്ന നിലയിലാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അവിടെ മറ്റടുത്ത് പിണറായി വിജയനെ കൊണ്ടുവന്ന് ഇവിടെ കെ കരുണാകരൻ എന്ന് നമുക്ക് പറയാവുന്നതാണ്. അത്തരത്തിലുള്ളൊരു കഥയാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. അവിടെ പിണറായിയും VS-ഉം ഇവിടെ കരുണാകരനും വേണമെങ്കിൽ AK ആൻ്റണി എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്. പക്ഷേ അതിൻ്റെയൊക്കെ സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയൊന്നുമല്ല. ഇതിൻ്റെ നിഗൂഢമായ കഥ വേറെയാണ്. ആ കഥയെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഇത് പറയുന്നത്. ഞാൻ ആ കഥാപാത്രങ്ങളുടെ പ്രത്യേകത മാത്രമാണ് പറയുന്നത്. അങ്ങനെ വളരെ ആകാംക്ഷ ഉണ്ടാക്കുന്ന, പക്ഷേ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കേണ്ടി വരുന്ന തരത്തിലുള്ള ചരിത്രത്തെ അദ്ദേഹം എടുത്ത് പ്രയോഗിക്കുന്നുണ്ട്. അതിൻ്റെ കഥാത്മകത, ഭാവന, യാഥാർത്ഥ്യം, റിയലിസ്റ്റിക്കായി എന്താണ് യാഥാർത്ഥ്യത്തിൻ്റെ മറ്റൊരു തലം എന്താണ് എന്നൊക്കെ ഡിസ്കസ് ചെയ്ത് വാദിച്ച് നിൽക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. എതിർക്കപ്പെടേണ്ട കാര്യങ്ങളുണ്ടാവാം, എതിർപ്പുള്ള ആളുകളുണ്ടാവാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് അത് കഥയായി പറയുന്നുള്ളതാണ്. പക്ഷേ ഇതിൽ നേരത്തെ പല രീതിയിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ്. അതായത് ഗുണ്ടകളെ ഉപയോഗിച്ച് കക്ഷി രാഷ്ട്രീയ നേതൃത്വം നടത്തുന്ന പരിപാടികൾ, ഭരണകൂടം സാധാരണ മനുഷ്യരോട് എടുക്കുന്ന സമീപനം, അതാണ് അദ്ദേഹം ഇതിൽ പ്രയോഗിക്കുന്നത്. അതിൽ നല്ല ആശയം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ അനന്തൻകാട് എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ തിരുവനന്തപുരം തലസ്ഥാനം ഒരു അനന്തൻകാട് എന്നറിയപ്പെട്ടൊരു കാടും പടലുള്ളൊരു സ്ഥലമാണ്. അവിടെ നിന്ന് പിന്നെ ഇന്നത്തെ നഗരവൽക്കരണത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പക്ഷേ അതിനെ മാറുന്നില്ല. അവിടെയും പ്രാകൃതമായ മൃഗീയമായ വാസനകളുള്ള അനന്തൻകാടിൽ ജീവിക്കുന്ന ഭരണകൂടങ്ങളാണ്, അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയക്കാരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് വ്യത്യസ്തമായൊരു വീക്ഷണമായിട്ട് തോന്നി ആ സിനിമ കാണുന്നതിന് മുന്നേ. അതാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ കാടും പടലും എന്ന നിലയിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ പോയി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ ഹെവി ആയിപ്പോയി. പ്രത്യേകിച്ചും പഴയ കാലത്തെ ആക്ഷൻ രംഗങ്ങളെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളെ, സന്ദർഭങ്ങളെ സൃഷ്ടിച്ച് പുതിയ കാലത്തെ പിന്നെ സാങ്കേതികത്വമൊക്കെ ഉപയോഗിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഈ തരത്തിൽ വേണ്ടിയിരുന്നോ എന്നുള്ളത്, അതിന് ആവശ്യമുണ്ടോ എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണല്ലോ. ഒരു തിരക്കഥയ്ക്ക് അത് ആവശ്യമുണ്ടോ എന്നുള്ളത് പ്രധാന കാര്യമാണല്ലോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എമ്പുരാനിലൊക്കെ വലിയ ക്യാൻവാസിലേക്ക് കൊണ്ടുപോയി നല്ല നിലയിലേക്ക് അത് മാറി എന്നതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ തിരക്കഥ എന്ന നിലയിൽ വലിയ ക്യാൻവാസിലേക്ക് GN കൃഷ്ണകുമാർ അതിനെ എടുക്കാൻ ശ്രമിച്ചു. കൃഷ്ണകുമാറിൻ്റെ സംവിധാന മികവ് അതിൻ്റെ ഒരു പരകോടിയിൽ എത്തുന്നത് നമുക്ക് കാണാം. അപ്പോഴാണ് ഇതിൻ്റെ അഭാവം പ്രശ്നമാവുക. നമ്മളെ ഉള്ളിനെ തൊടുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നം അതിനകത്ത് നിൽക്കുന്നത്. എന്തായാലും ഈ ഭാഗമൊക്കെ ഇന്ദ്രൻസൊക്കെ എമ്മാതിരി അഭിനയം എന്നറിയോ. അങ്ങനെ വിജയരാഘവനൊക്കെ ഒരു രക്ഷയില്ലാത്ത ക്യാരക്ടറുകളായിട്ടുണ്ട്. കഥാപാത്ര സൃഷ്ടി പെർഫെക്റ്റാണ്. പക്ഷേ കഥാപാത്ര സഞ്ചാരത്തിൽ എത്രമാത്രം ഈ ബാക്കി ഇൻവോൾവ്ഡ് ആവുന്നുണ്ട് എന്നുള്ള സംശയമാണ് എന്നിൽ അവശേഷിച്ചത്. സിനിമ കണ്ടു കഴിയുമ്പം അത്തരം ദുർബലമായ മേഖലകളെ മറികടക്കാൻ ഞാൻ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നത് ഈ കേരള പശ്ചാത്തലത്തിലുള്ള കഥയാണ്. അത് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് മറ്റുള്ള കുറവുകളെ അല്ലെങ്കിൽ ആ നിരാശയെ മറികടക്കാൻ കഴിയും വിധത്തിലേക്ക് ആ കഥാഭാഗം അവർക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. ആ കഥാപാത്രങ്ങൾ, ഇന്ദ്രൻസിൻ്റെയൊക്കെ പെർഫോമൻസ് ആലോചിച്ചാൽ തന്നെ ആ ഭാഗം മറ്റേ വീക്ക്നെസ്സിനെ മറികടക്കാൻ കഴിയും. അതുകൊണ്ട് സിനിമ കണ്ടു കഴിയുമ്പോൾ ഞാൻ ആ ഭാഗം മാത്രമാണ് ആലോചിക്കുന്നത്. സിനിമ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല, നിങ്ങളുടെ അനുഭവം ഇങ്ങനെ ആയിരിക്കില്ല. ഞാൻ എൻ്റെ അനുഭവം നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ല. ഒരു തവണ കണ്ടാൽ നഷ്ടം ഇല്ലാത്തൊരു സിനിമയാണ്. അമ്മാതിരി ഈ ദൃശ്യ അനുഭവം തരാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഒരു കുറവ്, ഒരു എർത്തിൽ ടച്ച് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ ഉള്ളിൽ തൊടുന്നതിൻ്റെ ഒരു കുറവ് ഫീൽ ചെയ്യും എന്നേ ഉള്ളൂ. ആ കുറവ് മറികടക്കാൻ അപ്പുറത്തെ ഒരു ഭാഗം, ഒരു പ്ലോട്ട് ഉണ്ട്. എന്തായാലും മുരളി ഗോപിക്കും ടിയാൻ സംവിധാനം ചെയ്ത ആളാണ് GN കൃഷ്ണകുമാർ. നിങ്ങൾക്ക് അറിയായിരിക്കും. GN കൃഷ്ണകുമാറിന് വലിയ ക്യാൻവാസിൽ സിനിമ എടുക്കാനുള്ളൊരു പ്രതിഭയുള്ള ആളാണ്. അവർക്ക് ഇതിനപ്പുറത്തേക്ക് പോകാൻ അടുത്ത സിനിമയിലൂടെ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.